ഹലോ ഗൈസ്, വെൽക്കം ടു ടെസ്റ്റർ മൂവി വീഡിയോ. ഇന്ന് ഇവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന പടത്തിൻ്റെ പേര് സ്കൈ ഫോഴ്സ് എന്ന പടത്തിൻ്റെയാണ്. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് അക്ഷയ് കുമാർ. വീർ പഹരിയ ഈസ് എ ഇൻട്രോവേർട്ട് അഥവാ പൊതുമുഖം എന്ന് വേണമെങ്കിൽ പറയാം. നിമ്രത് കൗർ, സാറ അലി ഖാൻ, ശരത് കേൾക്കർ എന്നിവരാണ് ഈ പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ ഈ പടം ഡയറക്റ്റ് എന്തോന്ന് അഭിഷേക് കപൂർ അങ്ങനെ എന്തൊരാണ് പേര് കണ്ടത്. പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ജിയോ സ്റ്റുഡിയോ ഇവരാണ്, ദിനേശ് വിജയനാണ്. വേറൊന്ന് ഈ പടത്തിന് ചോദിച്ചു പറഞ്ഞോട് പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചത്. അക്കി എണ്ണൻ്റെ ബോക്സ് ഓഫീസിലെ കംബാക്ക് എന്നതെന്ന് പറയണം. ഈ പടത്തിൻ്റെ പടം കാണുന്ന സമയത്ത് 4 ദിവസം കൊണ്ട് 103 കോടി ഉണ്ട്, 5-6 ദിവസം കൊണ്ട് 100 കോടി അടിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ആര് പ്രതീക്ഷയില്ല എന്ന് പോയത് ആ പ്രതീക്ഷ അപ്പോൾ മനസ്സിലായി. ഇത് ഞാൻ നേരത്തെ പടമാണ് തുടരെ 4ാമത്തെ അടിപൊളി പടവും എനിക്ക് സമ്മാനിച്ച് തന്നിരിക്കുകയാണല്ലോ എന്നൊക്കെ തോന്നി. എന്നുള്ള പ്രതീക്ഷയോടെ പോയി. അത് നൈസായി പ്രതീക്ഷ വിട്ട് കളിച്ചില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പെർഫോമൻസ് വൈസ് ഈ സൂപ്പർബ് പടം. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഒരു രക്ഷയില്ല. വീഡിയോ മ്യൂസിക് ആരാ ചെയ്തിരിക്കണ പോലും എനിക്ക് അറിയാനുള്ള സൂപ്പർബായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പടത്തിനെ കുറിച്ച് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് അക്ഷയ് കുമാറിൻ്റെ ഫൈറ്ററാണ്. മീൻസ് ഒരു ഫൈറ്റർ സിനിമ വിചാരിച്ച് നിങ്ങൾ തിയേറ്ററിൽ പോവുകയാണെങ്കിൽ വിചാരിച്ച് പോകുന്നവർക്ക് ഇതൊരു ട്രീറ്റ് ആയിരിക്കും. ആൻഡ് ഇത് അക്ഷയ് കുമാർ ഫാൻസിനും ഇത് ട്രീറ്റ് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അല്ലാത്തവർക്ക് ട്രീറ്റ് എന്നായിരിക്കും. അത് ഞാൻ അങ്ങനെ ഇത് ഇൻ്റർമീനിങ് ഉദ്ദേശിച്ചതൊന്നുമല്ല, പ്ലീസ് ഒന്ന് മനസ്സിലാക്കണം. പിന്നെ ഇതൊരു ട്രൂ സ്റ്റോറിയാണ്. 1965 മിഷൻ സ്കൈ ഫോഴ്സിനെ ബേസ് ചെയ്തിട്ട് എടുത്തിരിക്കുന്ന സിനിമയാണ്. അതിനെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കൊന്ന് അറിയായിരിക്കും. അതിനെക്കുറിച്ച് അറിയുന്നവർ ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഐ സല്യൂട്ട് കിട്ടുന്നേ ഞാൻ പറയും. സല്യൂട്ട് കൊടുത്തിരിക്കും. മീൻസ് അതറിയാൻ എനിക്ക് പറയാനുള്ളത്, പടത്തിൻ്റെ സിനിമാറ്റോഗ്രഫി, എഡിറ്റിങ്, ആർട്ട്, VFX, CGI ഡിപ്പാർട്ട്മെൻറ്റ്, സ്റ്റണ്ട്, പിന്നെ കോസ്റ്റ്യൂം ഡിസൈനർ, PRO, സ്റ്റിൽസ്, ഇവരൊക്കെ ഇതൊക്കെ ചെയ്തിരിക്കും. ഇതൊക്കെ ആരാണ് ചെയ്തിരിക്കണമെന്ന് എനിക്ക് അറിയാം. പക്ഷേ അവരിക്കും സല്യൂട്ട് തന്നിരിക്കണം. അമ്മ അതിലടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എഡിറ്ററിനൊക്കെ പ്രശംസിക്കാൻ വാക്കുകളില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണെന്ന് വെച്ചാൽ അങ്ങേരും ഈ പടത്തിൻ്റെ ഡയറക്റ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. അതെ, ഇത് സഞ്ജയ് ലഹ്വാനി അങ്ങനെ എന്തോ പറഞ്ഞ ഒരാളും പിന്നെ കപൂർ എന്ന് പറഞ്ഞ ഒരാളാണ് ഈ സിനിമയുടെ അങ്ങനെ എന്തോയാണ് ഞാൻ കണ്ടത്. ഇത് ചിലപ്പോൾ വായിച്ചപ്പോൾ തെറ്റിയതാണോന്നും പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ പ്രൊഡ്യൂസ് ചെയ്ത് ദിനേശ് വിജയനാണ്. പിന്നെ സ്ത്രീ ബേഡിയ അങ്ങനത്തെ ഒരുപാട് അടിപൊളി പടങ്ങൾ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അടിക്കുന്ന മുമ്പ് അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. തേരി ബാത്തമേ ഉത്സ് അങ്ങനത്തെ ഒരു പടം ഇറങ്ങിയത് എനിക്ക് അത്രയും പിടിച്ചില്ല. ആവറേജ് ആയിട്ടാണ് ഫീൽ. ഫസ്റ്റ് ഹാഫ് നന്നായിട്ട് എടുത്തിട്ട് സെക്കൻഡ് ഹാഫ് എന്തിനൊക്കെയോ ക്രിഞ്ച് കാണിച്ച് പോയതാണ് എനിക്ക് ഫീൽ ചെയ്ത സിനിമ. അതെന്തെങ്കിലും ആട്ടെ, എന്തായാലും ആ നടന് എന്തായാലും ഒരു കംബാക്ക് കിട്ടും. കംബാക്ക് കിട്ടട്ടെ 31-ാം തീയതി. അത് എന്താ കാരണം ഞാൻ പറയേണ്ട ആവശ്യം കാണില്ല. അന്നാണ് മുംബൈ പോലീസ് ഇങ്ങനെ പറഞ്ഞു. എന്തായാലും നല്ല റിവ്യൂ ആണ്. രാജുവേട്ടനെ
കൊല്ലിക്ക് വിളിക്കല്ലേ എൻ്റെ പോലെ ഷാഹിദണ്ണ. കാരണം ഞാൻ അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ രാജേട്ടൻ അഭിനയിച്ച ഏതൊക്കെ പടത്തിൻ്റെ റീമേക്ക് വന്നിട്ടുണ്ട് അതെല്ലാം ഷോ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യണം. പ്രത്യേകിച്ച് പോക്കിരാജയിൽ സെക്കൻഡ് ഇയർ ആയിട്ടാണ് പൃഥ്വിരാജ് അഭിനയിച്ചാണ്. ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ ഇത് റീമേക്ക് അക്ഷയ് കുമാർ ചെയ്ത് പണ്ഡിറ്റ് എന്ന് പറയുന്ന ഒരു ഇതിനോട് ചേർന്ന് അഭിനയിച്ചതിൻ്റെ അത് ഞാനെൻ്റെ ആ ദിവസം എനിക്ക് ഉറക്കം കിട്ടിയില്ല. അമ്മാതി കുഴപ്പമായിരുന്നു. പിന്നെ രാജയുടെ അഭിനയിച്ച് വിജുമേനോനും കൂടി അഭിനയിച്ച് എന്താണ് അയ്യപ്പനും വശിയും അതിൻ്റെ ആ ഹിന്ദി അല്ല തെലുങ്ക് റീമേക്ക് കണ്ടിട്ട് എനിക്ക് ഉറക്കം കിട്ടിയില്ല. അമ്മാതി കൂടെയായിരുന്നു. പിന്നെ രാജേട്ടനും സുരേഷേട്ടനും കൂടെ അഭിനയിച്ച ലൈസൻസിൻ്റെ ഹിന്ദി റീമേക്ക് അത് സെൽഫി അക്ഷയ് കുമാറിൻ്റെ തന്നെയുണ്ട്. ഇത് അറിയിക്കും. അത് കണ്ടിട്ട് എനിക്ക് ഛർദിയായിരുന്നു ഇങ്ങനെ. പിന്നെ രാജുവേട്ടൻ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്ത ലൂസിഫറിൻ്റെ തെലുങ്ക് റീമേക്ക് അഥവാ ഗോഡ് ഫാദർ എൻ്റെ ക്യാമിയ ഒഴികെ ബാക്കിയല്ല അല്ല സൽമാൻ ഖാൻ്റെ ക്യാമിയോയും പിന്നെ ബാറ്റ് ഒഴികെ ബിജു ഒഴികെ ബാക്കി എല്ലാം കൊടുത്തിരുന്നു. പടവും കൊടുത്തിരുന്നു. അത് പറയാം. എന്തായാലും രാജേട്ടൻ്റെ പടം എടുത്തിട്ട് ഷാഹിദ് കപൂർ ഗുണമാക്കാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കണം. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്കിത്ര പറയാനുള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ നോക്കാൻ ഓപ്ഷൻ ഉണ്ടാവും. അതൊന്നും മറത്ത് സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ. ടാറ്റ വസ്കസ് പിഷ്കേ. എൻ്റെ ഒരു കാര്യം PVR പോയിട്ടാണ് ഞാൻ ചെയ്തത്. 10:15 PVR പോയിട്ടാണ് കണ്ടത്. പ്ലീസ് നോട്ടീസ് ദാറ്റ്.